നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി സീറ്റ് കൊച്ചിയുമായി വെച്ചുമാറുന്നതിലാണ് മുസ്ലിം ലീഗിൽ ഇപ്പോൾ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നത്. സീറ്റ് വെച്ചുമാറുന്നതിനോട് ഇബ്രാഹിം കുഞ്ഞ് പക്ഷത്തിന് കടുത്ത വിയോജിപ്പുണ്ട്. കളമശ്ശേരിയിൽ ലീഗിന് വിജയസാധ്യത കുറവായതിനാൽ സീറ്റ് വെച്ചുമാറണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. കളമശ്ശേരി ലീഗ് മത്സരിക്കുകയാണെങ്കിൽ വി അബ്ദുൽ ഗഫൂർ സ്ഥാനാർത്ഥിയാകാനാണ് നിലവിൽ സാധ്യത കാണുന്നത്. MK ഷുക്കൂർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഷുക്കൂർ, ഇങ്ങനെയൊരു ഭിന്നത രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഇവിടെ വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനമാണല്ലോ പല കോണുകളിൽ നിന്ന് നേരത്തെ ഉയർന്നു കേട്ടത്. കളമശ്ശേരി കൊച്ചി ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള വൈകൽ എന്തുകൊണ്ടാണ്? നൗഫൽ, കോൺഗ്രസ് നടത്തിയ ഒരു ആഭ്യന്തര പഠനത്തിൽ എറണാകുളം ജില്ലയിലെ 2 സീറ്റുകളിലാണ് നിലവിൽ തോൽവി സാധ്യതയുള്ളത്. അതായത് കളമശ്ശേരി സീറ്റ്, ഒപ്പം തന്നെ കൊച്ചി സീറ്റ്. ഈ 2 സീറ്റുകളിൽ തോൽവിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സീറ്റുകൾ മതിയായ ഒരു പുനഃക്രമീകരണമോ അല്ലെങ്കിൽ വെച്ചുമാറലോ നടത്തണമെന്നാണ് ഈ ഒരു ആഭ്യന്തര സർവേയിൽ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കളമശ്ശേരി സീറ്റ് നിലവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ്. ആ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകണമെന്നാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ അങ്ങനെയെങ്കിൽ കൊച്ചി സീറ്റ് നൽകാമെന്നുള്ള ഒരു നിർദ്ദേശവും കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനകത്ത് ദീർഘമായ ചർച്ചകൾ സംസ്ഥാന തലത്തിലും ഒപ്പം തന്നെ ജില്ലാ തലത്തിലുമെല്ലാം നടന്നെങ്കിലും ഒരു സമവായത്തിലെത്താൻ സാധിക്കുന്നില്ല. നിലവിൽ ഈ സീറ്റ് വിട്ടു നൽകണം എന്ന ഒരു നിലപാടാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാർ അടക്കമുള്ളവരുടെ ഒരു നിലപാട്. കാരണം കൊച്ചി സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നാണ് അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ളവരും ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ TK അഷ്റഫ്, കൊച്ചി കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ TK അഷ്റഫാണ് മറ്റൊരു സ്ഥാനാർത്ഥിയായി അവിടെ പരിഗണിക്കുന്നത്. കാരണം ആ മേഖലയിൽ നിന്നാണ് അദ്ദേഹം ഒരു തവണ കോർപ്പറേഷൻ കൗൺസിലിൽ എത്തിയത്. അദ്ദേഹത്തിന് അവിടെ വലിയ സ്വാധീനമുണ്ട്. ലത്തീൻ സഭയ്ക്കും വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ TK അഷ്റഫിനുമുണ്ട്. അങ്ങനെയെങ്കിൽ കളമശ്ശേരി സീറ്റ് കൊച്ചിയുമായി വെച്ചുമാറിയാൽ TK അഷ്റഫോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായോ അവിടെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളതാണ് ഒരു പക്ഷത്തിൻ്റെ നിലപാട്. എന്നാൽ ഇബ്രാഹിം കുഞ്ഞ് ഗ്രൂപ്പിൻ്റെ നിലപാട് മറിച്ചാണ്. കളമശ്ശേരി സീറ്റിൽ VE അബ്ദുൽ ഗഫൂർ, ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനായ VE അബ്ദുൽ ഗഫൂറിനെ തന്നെ മത്സരിപ്പിക്കണമെന്ന ഒരു നിലപാടിലാണ് അവരുള്ളത്. അവിടെ ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ അവർ ആരംഭിച്ചതായാണ് മനസ്സിലാക്കുന്നത്. ഈ സീറ്റ് വിട്ടുകൊടുക്കരുത് എന്നൊരു നിലപാടാണ് അവർക്കുള്ളത്. കാരണം ഈ സീറ്റ് കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഈ VE അബ്ദുൽ ഗഫൂറിനെ മത്സരിക്കുക സാധ്യമല്ല. അദ്ദേഹത്തിന് അവിടെ ആ ഭാഗത്തെ പിന്തുണയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഈ സീറ്റ് നിലനിർത്തി ഇവിടെ തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് ഇബ്രാഹിം കുഞ്ഞി പക്ഷത്തിൻ്റെ നിലപാട്. ഇതിനകത്ത് പാർട്ടിക്കകത്ത് ഒരു സമവായം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഈ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃയോഗം കഴിഞ്ഞ ആഴ്ച കോഴിക്കോട്ട് നടന്നത്. ആ മീറ്റിംഗിൽ പാർട്ടി അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റുകളിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും എന്നുള്ളതാണ്. ഇത് കാര്യമായ എത്ര സീറ്റ് ഉഭയകക്ഷി ചർച്ചകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് പറഞ്ഞതെങ്കിൽ പോലും അതിൽ ഇബ്രാഹിം കുഞ്ഞി പക്ഷം പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കളമശ്ശേരിയിൽ തന്നെയാകും മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ 2 സീറ്റുകൾ, അതായത് ഗുരുവായൂർ, കളമശ്ശേരി, ഈ 2 സീറ്റുകളിൽ ഒന്ന് കളമശ്ശേരിയിൽ തന്നെ ഇത്തവണയും മത്സരിക്കും എന്ന ഒരു വിശ്വാസത്തിലാണ് ഇബ്രാഹിം കുഞ്ഞി പക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ സീറ്റ് വെച്ചുമാറണമെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. കളമശ്ശേരി സീറ്റിൽ കോൺഗ്രസ് ഏറ്റെടുത്ത് ആ സീറ്റിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കണം എന്നുള്ള നിലപാടാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ ലീഗിനകത്ത് അതിൽ സമവായം ഉണ്ടാകുന്നില്ല. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ അത്തരമൊരു വിഷയം ചർച്ചയ്ക്ക് തുടക്കമിടണോ എന്ന കാര്യത്തിൽ പോലും ഒരു സംശയത്തിലാണ് ഉള്ളത്. ആ അർത്ഥത്തിൽ കളമശ്ശേരി നിലവിൽ മുസ്ലിം ലീഗ് മത്സരിക്കാനുള്ള സാധ്യത കൂടുകയാണ്. സീറ്റ് വെച്ചുമാറാനുള്ള സാധ്യതയും വളരെ കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ. ഷുക്കൂർ, ഇത് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ കോഴിക്കോടാണെങ്കിൽ തിരുവമ്പാടി സീറ്റിനെ കുറിച്ച് ഇങ്ങനെയൊരു ചർച്ചയുണ്ട്. മറ്റു ജില്ലകളിലും ഇതുപോലെ സീറ്റുകളിൽ വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് മുന്നണിക്കുള്ളിൽ ധാരണ ഉണ്ടാക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചിയുടെയും കളമശ്ശേരിയുടെയും തിരുവമ്പാടിയുടെയും ഒക്കെ കാര്യം ഒരു ഒറ്റ ചർച്ചയിലൂടെ കൊണ്ടുവന്ന് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? UDF പൊതുവായ ഒരു ധാരണ മാസങ്ങൾക്ക് മുമ്പ് തന്നെ രൂപപ്പെട്ടത്. അതായത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഒരു സീറ്റ് കോൺഗ്രസിന് അവിടെ മുസ്ലിം ലീഗ് തോൽക്കുന്നു എന്നിരിക്കട്ടെ, അത്തരമൊരു സീറ്റിൽ ആ സീറ്റ് കോൺഗ്രസിന് കൊടുത്താൽ വിജയിക്കുമെങ്കിൽ അത് കോൺഗ്രസിനെ മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കണം. ഒപ്പം തന്നെ കോൺഗ്രസ് മത്സരിച്ച് തോറ്റ ഒരു സീറ്റ് അവിടെ മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നതെങ്കിൽ വിജയ സാധ്യതയുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കണം. ഇത്തരത്തിലൊരു പൊതുധാരണ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ
ഈ വിഷയം ജില്ലാ തലത്തിലേക്കും മണ്ഡലം തലത്തിലേക്കും കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നൊരു ധാരണ നിലവിൽ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ തോതിൽ സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് സമവായം, പ്രാദേശിക തലത്തിൽ സമവായം ഉണ്ടാക്കിയാൽ മാത്രമേ അത്തരമൊരു സംസ്ഥാന തലത്തിലുള്ള ധാരണ നിയോജക മണ്ഡല തലത്തിൽ, നിയമസഭാ മണ്ഡല തലത്തിൽ നടപ്പാക്കിയെടുക്കാൻ സാധിക്കൂ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള ചർച്ചകൾ പഴയതുപോലെ ആവേശത്തിൽ പുരോഗമിക്കാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. കളമശ്ശേരിയെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഏക സീറ്റാണ് അത്. ഈ സീറ്റിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ മൊത്തം സംവിധാനങ്ങൾ അവിടെ കേന്ദ്രീകരിക്കുകയും അങ്ങനെയാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താറുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട പ്രബല ഗ്രൂപ്പ് തന്നെ അതിനെതിരെ നിൽക്കുമ്പോൾ അതെങ്ങനെ ഒരു തീരുമാനമുണ്ടാകുമെന്ന ആശങ്കയാണ് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ജില്ലാ നേതൃത്വങ്ങൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത്. തിരുവമ്പാടി കോൺഗ്രസിന് വിട്ടുകൊടുക്കണം എന്നൊരു ചർച്ച നേരത്തെയുള്ളതാണ്. അതുപോലെ തന്നെ തവനൂർ പകരം സീറ്റ് എടുക്കണം എന്നുള്ള ചർച്ച, അങ്ങനെ പലതരം ചർച്ചകളുണ്ടെങ്കിലും ഇത് യാഥാർത്ഥ്യമാക്കാൻ പറ്റാവുന്ന അന്തരീക്ഷം നിലവിൽ ഇതുവരെ ഉരുത്തിരിഞ്ഞിട്ടില്ല. അടുത്ത 15 ദിവസത്തിനകം കോൺഗ്രസിന്റെ ഇത്തരം കോൺഗ്രസും ലീഗും തമ്മിൽ മറ്റുള്ള ഉഭയകക്ഷി ചർച്ചകളെല്ലാം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് വേണം ഇതിൽ തീരുമാനമുണ്ടാക്കിയെടുക്കാൻ. നിലവിൽ ഇത് സങ്കീർണമായി നിൽക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ, ഞാൻ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ കളമശ്ശേരി സീറ്റ് വിട്ടുകൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ല. അത് മുസ്ലിം ലീഗിനകത്തുള്ള ഭിന്നതയുണ്ട്. അതേസമയം കോൺഗ്രസ് ഈ സീറ്റ് വിട്ടുകിട്ടണം എങ്കിൽ മാത്രമേ അവിടെ വിജയിക്കാൻ കഴിയൂ, സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കൂ എന്നൊരു വികാരം മുസ്ലിം ലീഗിനെ അറിയിച്ചിട്ടുമുണ്ട്. സംസ്ഥാന തലത്തിൽ മുസ്ലിം ലീഗിന് അത്തരമൊരു അഭിപ്രായം രൂപീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. എം കെ ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ